മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പിനായി കണ്ടെത്തിയ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അവർക്ക് ലഭിക്കാനുള്ള സർവീസ് ആനുകൂല്യങ്ങൾ എത്രയും വേഗത്തിൽ മാനേജ്മെന്റിൽ നിന്നും ഈടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 ദിവസമായി ഈ ഭൂമിയിൽ സത്യാഗ്രഹ സമരമിരിക്കുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സമരം നടക്കുന്നത്. നിരവധിയായ തൊഴിലാളികളുണ്ട്. അവർക്ക് വർഷങ്ങളായി അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട്, PF-ന്റെ അടക്കം തുക ലഭിക്കാനുണ്ട്. ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ മാനേജ്മെന്റ് ഈ ഭൂമി കൈമാറുന്നത്. പക്ഷേ അവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയായ തുക ലഭിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ അടക്കം കുടിൽ കെട്ടി സമരം നടത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സബ് കളക്ടറുടെയും ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു. ഈ ചർച്ചയിൽ അവർ പ്രതീക്ഷ വെക്കുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ ഉന്നയിക്കുന്ന നിങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. ഇപ്പൊ ഈ ഇന്നത്തെ നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 300ഓളം വരുന്ന തൊഴിലാളികളുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ് ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം സബ് കളക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയുടെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് കളക്ടർ വിളിച്ചു ചേർത്തുള്ള ചർച്ചയുടെ ആ ചർച്ചയുടെ തുടർ ചർച്ച എന്ന നിലയ്ക്കാണ് ഇന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് റീജിയണൽ ലേബർ കമ്മീഷണർ ചർച്ച വിളിച്ചിട്ടുള്ളത്. ആ ചർച്ചയിൽ കലക്ടറുടെ പ്രതിനിധികളും ആ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം PF-ഉം അതുപോലെ ഗ്രാറ്റുവിറ്റിയും അതുപോലെ ശമ്പളവും മറ്റ് തുടങ്ങിയിട്ടുള്ള ലീവ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒരു ധാരണയുണ്ടാക്കി സർക്കാരിന് കൊടുത്തുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ സർക്കാർ തലത്തിലൊരു ചർച്ച നടത്തി അതിൽ തീരുമാനമുണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തൊഴിലാളികൾ അവരുടെ സമരവുമായി ആവശ്യവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. നിരവധിയായ സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളുണ്ട് ഈ സമരപ്പന്തൽ. അവർ 3 ദിവസമായി ഇത്തരത്തിൽ ഇവരുടെ സമരം നടത്തുകയാണ്. അവരുടെ ന്യായമായ ആവശ്യമാണ്. വർഷങ്ങളായി ഈ തോട്ടത്തിൽ തൊഴിലെടുത്തവരാണ്. അവർക്ക് ലഭിക്കാനുള്ളത് അവരുടെ ചോരയും വിയർപ്പും ഈ മണ്ണിലാണ് അവർ കഴിച്ചു കൂട്ടിയത്. അവിടെ ഉണ്ടാക്കിയ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണത്തിന് വേണ്ടിയാണ് അവർ ഈ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. ഇതിനി മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ആ ചർച്ചയിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലാളികളും നോക്കിക്കാണുന്നത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.